ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് GST കോമ്പൻസേഷൻ സെസ്, ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ്, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്, പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ച്. അപ്പോൾ അതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് GST കോമ്പൻസേഷൻ സെസ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഈ GST കോമ്പൻസേഷൻ സെസ്സിനെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നിലവിലെ അവസ്ഥയിൽ ഇനീഷ്യലി ഇന്ത്യയിൽ GST ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്ന സമയത്ത് GST കോമ്പൻസേഷൻ സെസ് 5 വർഷത്തേക്കാണ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് പിന്നീട് 2026 മാർച്ച് വരെ സെൻട്രൽ ഗവൺമെന്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് 2026 ശേഷവും മറ്റൊരു രീതിയിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളൊരു കാര്യം ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 15 ഒരു വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ GST കോമ്പൻസേഷൻ സെസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ 2017 തൊട്ടിട്ടാണ് GST ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ ഈ GST എന്ന് പറയുന്ന ടാക്സ് തന്നെ നിലവിൽ വരുന്നത് ഈ സംസ്ഥാനങ്ങളുടെ കുറെ ടാക്സിങ് പവേഴ്സ്, എസ്പെഷ്യലി വാല്യൂ ആഡഡ് ടാക്സ് എന്നൊക്കെ പറയുന്ന കുറെ ടാക്സുകളും കൂടി പൂൾ ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾ അവരുടെ കുറെ ടാക്സിങ് പവേഴ്സ് സെൻറ്ററുമായിട്ട് മേർജ് ചെയ്തിട്ടാണ് GST എന്ന് പറയുന്ന ടാക്സിങ് സിസ്റ്റം നിലവിൽ വരുന്നത്. അപ്പോൾ ഈ GST എന്ന് പറയുന്ന ടാക്സിങ് സിസ്റ്റം അതിന് മുമ്പ് നിലവിലുണ്ടായിരുന്ന ഇന്ത്യയിലുണ്ടായിരുന്ന ഒരു പ്രൊഡക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ടാക്സ് സിസ്റ്റം ഉണ്ടായിരുന്നു. അതിന് പകരം ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കൺസംഷൻ ബേസ് ചെയ്തിട്ടുള്ള ടാക്സിങ് സിസ്റ്റമാണ് GST എന്ന് പറയുന്നത്. അപ്പോൾ ഈ GST ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് സംസ്ഥാനങ്ങൾക്ക് നേരത്തെ വാല്യൂ ആഡഡ് ടാക്സ് ഉണ്ടായിരുന്ന സമയത്ത് കിട്ടിയിരുന്ന അത്ര വരുമാനം കിട്ടാനുള്ള സാധ്യത ഇല്ലാതാവാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഇനീഷ്യലി. എങ്കിലും തുടക്കത്തിൽ ഈ സംസ്ഥാനങ്ങളുടെ ടാക്സ് കളക്ഷന് ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ആ ഒരു വർധനവ് ചിലപ്പോൾ GST വരുന്ന സമയത്ത് ഇനീഷ്യൽ പീരീഡിൽ ചിലപ്പോൾ അവർക്ക് കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ അങ്ങനെ സ്റ്റേറ്റുകളുടെ ടാക്സ് റവന്യൂവിൽ വരുന്ന ഷോർട്ട് ഫോൾ, അതായത് GST ഇംപ്ലിമെന്റേഷൻ കാരണം സ്റ്റേറ്റുകൾക്ക് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ടാക്സ് റവന്യൂവിൽ വരുന്ന കുറവ് നികത്തുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ നഷ്ടം നികത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ GST ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒരു GST കോമ്പൻസേഷൻ സെസ്സും കൂടി ഗവൺമെന്റ് ഇമ്പോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ GST കോമ്പൻസേഷൻ സെസ്സിലൂടെ കളക്ട് ചെയ്യുന്ന എമൗണ്ട് എല്ലാ 2 മാസം കൂടുമ്പോഴും സംസ്ഥാനങ്ങൾക്ക് നഷ്ടപരിഹാരമായിട്ട് സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് GST നടപ്പിലാക്കുന്നത് തൊട്ട് 5 വർഷത്തേക്കാണ് ഈ സിസ്റ്റം നിലവിലുണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് 2017 തൊട്ട് 2022 ജൂലൈ വരെ, 2017 ജൂലൈ തൊട്ട് 22 ജൂലൈ വരെയാണ് ഈ GST കോമ്പൻസേഷൻ കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ GST കോമ്പൻസേഷൻ സെസ്സും കണ്ടിന്യൂ ചെയ്യുന്നത് അത്രയും കാലം അവർക്ക് GST കോമ്പൻസേഷൻ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് GST കോമ്പൻസേഷൻ സെസ് ഇമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് 2022-23 കാലഘട്ടത്തിൽ ഇത് 2026 മാർച്ച് വരെ ഇത് നീട്ടിക്കൊണ്ടു പോയിട്ടുണ്ട്. അല്ലെങ്കിൽ 2026 മാർച്ച് വരെ ഈ GST കോമ്പൻസേഷനും GST കോമ്പൻസേഷൻ സെസ്സും കണ്ടിന്യൂ ചെയ്യുന്ന സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. അത് മറ്റൊരു പേരിൽ ഇനി കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ആ വാർത്തയിൽ പറയുന്നത്. അപ്പോൾ ബേസിക്കലി ഈ GST കോമ്പൻസേഷൻ സെസ്സിലൂടെ കളക്ട് ചെയ്യുന്ന എമൗണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംസ്ഥാനങ്ങൾക്കുള്ള കോമ്പൻസേഷൻ പേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അവരുടെ ടാക്സ് ഷോർട്ട് ഫോൾ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ആ ഗ്യാപ്പ് ഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കണക്കാക്കുന്നത് 2015-16 സാമ്പത്തിക വർഷത്തിലുള്ള സംസ്ഥാനങ്ങളുടെ ടാക്സ് റവന്യൂ, അതായത് അവരുടെ സ്വന്തം ടാക്സിൽ നിന്ന് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം ഓരോ വർഷവും ഒരു 14% ആവറേജ് ഗ്രോത്ത് നേടും എന്നുള്ളൊരു അസംഷൻ ഉണ്ട്. 14% വെച്ച് ഓരോ വർഷവും ഇവരുടെ ടാക്സ് റവന്യൂ കൂടുന്നു. അപ്പോൾ GST വന്നതിന് ശേഷം സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്ന ടാക്സ് റവന്യൂ ഈ 14% ഗ്രോത്ത് കാണിക്കാതിരുന്നു കഴിഞ്ഞാൽ, അതിൻ്റെ താഴെയാണ് ഇവർക്ക് കിട്ടുന്ന വരുമാനമെങ്കിൽ, ആ ഗ്യാപ്പ് ഈ പറയുന്ന GST കോമ്പൻസേഷൻ സെസ്സിലൂടെ കളക്ട് ചെയ്യുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് ഇവർക്ക് നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് ഫില്ല് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് 2017 GST കോമ്പൻസേഷൻ ടു സ്റ്റേറ്റ്സ് ആക്ട് എന്ന് പറയുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനി GST കോമ്പൻസേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള GST കോമ്പൻസേഷൻ സെസ് എല്ലാ ഉൽപ്പന്നങ്ങളുടെയും മുകളിലുള്ള GSTക്ക് ബാധകമല്ല. നിലവിൽ നമ്മൾ ഡീമെറിറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന ചില ഗുഡ്സ് ഉണ്ട്, ടുബാക്കോ ഒക്കെ പോലത്തെ ചില ഗുഡ്സ് ഉണ്ട്. അത്തരത്തിലുള്ള ഡീമെറിറ്റ് ഗുഡ്സിന്റെ മുകളിലാണ് ഇപ്പം നിലവിൽ GST സെസ് ഇമ്പോസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ട്രായിയെ കുറിച്ചാണ്. അപ്പോൾ ട്രായിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, നമ്മുടെ ഇന്ത്യയിൽ ഈ സാറ്റലൈറ്റ് സ്പെക്ട്രത്തിന്റെ പ്രൈസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രൈസിങ് മോഡൽസുമായിട്ട് ബന്ധപ്പെട്ട് ട്രായ് ചില പരിശോധനകൾ നടത്തുന്നതായിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 15 ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇന്ത്യയിലെ ടെലികോം സെക്ടറിനെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള
ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, അല്ലെങ്കിൽ ഇതൊരു റെഗുലേറ്ററി ബോഡിയാണ് എന്ന് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക. ഇന്ത്യയിലെ ടെലികോം സെക്ടർ റെഗുലേറ്റ് ചെയ്യുന്ന ഹയസ്റ്റ് അതോറിറ്റിയാണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇത് 1997 ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ആക്ട്, അല്ലെങ്കിൽ ട്രായ് ആക്ട് എന്നറിയപ്പെടുന്ന ആക്ടിലൂടെയാണ് ഈ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി കൂടിയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിലെ ടെലികോം സെക്ടറിന്, അല്ലെങ്കിൽ ടെലി കമ്മ്യൂണിക്കേഷൻ സെക്ടറിലെ റെഗുലേറ്ററാണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇവരുടെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു ചെയർപേഴ്സണും അതുപോലെ തന്നെ 2 പേരിൽ കൂടാത്ത ഫുൾ ടൈം മെമ്പേഴ്സും അതുപോലെ തന്നെ 2 പേരിൽ കൂടാത്ത പാർട്ട് ടൈം മെമ്പേഴ്സുമാണ് ഇതിന്റെ കോമ്പോസിഷൻ ആയിട്ട് പറയുന്നത്. അവരെയൊക്കെ സെൻട്രൽ ഗവൺമെന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 6 ഒരു വാർത്ത വന്നിട്ടുണ്ട്. അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ഈ റേഡിയോ ജെറ്റുകളും ഇൻറ്റർസ്റ്റെല്ലാർ ഗ്യാസും തമ്മിലുള്ള ഇന്ററാക്ഷൻസ് കുറിച്ച് ചില കണ്ടെത്തലുകൾ നടത്തിയതായിട്ടുള്ള, അല്ലെങ്കിൽ ചില തെളിവുകൾ കണ്ടെത്തിയതായിട്ടുള്ള വാർത്തയാണത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ബാംഗ്ലൂർ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ഒരു ഓട്ടോണമസ് ആയിട്ടുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇവരെ ഫിനാൻസ് ചെയ്യുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആണ് എന്ന് മനസ്സിലാക്കുക. ഇത് 1971 ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് തന്നെ ഇവർ പ്രധാനമായിട്ടും റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് ആസ്ട്രോണമി, ആസ്ട്രോഫിസിക്സ്, അതുപോലെ തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റുള്ള ഫീൽഡുകളിലുമാണ് ഇവർ പ്രധാനമായിട്ടും റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബിനെ കുറിച്ചാണ്. അപ്പോൾ ഈ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബിന്റെ ഒരു റിപ്പോർട്ടിനെ കുറിച്ച് ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 10 ഒരു വാർത്ത വന്നിട്ടുണ്ട്. അതായത് ജാർഖണ്ഡിനകത്തുള്ള ഡെമോഗ്രഫിക്കകത്ത് ബംഗ്ലാദേശിൽ നിന്നുള്ള ഇൻഫിൽട്രേഷൻ കാരണം ഡെമോഗ്രാഫിക് ചേഞ്ച് വരുന്നുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ട് സെൻട്രൽ ഗവൺമെന്റിന് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് കൊടുത്തതായിട്ടുള്ള ഒരു വാർത്തയാണ് ഈ ഒരു റിപ്പോർട്ടിനകത്ത്, ഈ ഒരു വാർത്തക്കകത്ത് പറയുന്നത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പരാമർശിച്ചിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിലൊന്നാണ്. നിങ്ങൾ ഇതിനെക്കുറിച്ച് മേ ബി നിങ്ങളുടെ പൊളിറ്റി ക്ലാസ്സസിലൊക്കെ ചിലപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 338A എന്ന് പറയുന്ന ആർട്ടിക്കിളിലാണ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബിനെ കുറിച്ച് പറയുന്നത്. ഇനീഷ്യലി നമുക്ക് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് പറയുന്ന സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഉണ്ടായിരുന്നില്ല. പകരം ആർട്ടിക്കിൾ 338 അനുസരിച്ച് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് പറയുന്ന ഒരു സിംഗിൾ ബോഡിയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ 2003 ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള 89ാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ് ഈ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് എന്നുള്ള ബോർഡിനെ ബൈഫർക്കേറ്റ് ചെയ്ത് 2 കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആക്കി മാറ്റുന്നത്. ആർട്ടിക്കിൾ 338 നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റും ആർട്ടിക്കിൾ 338A എന്ന് പറയുന്ന പുതിയൊരു ആർട്ടിക്കിൾ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് പറയുന്ന പുതിയൊരു ബോഡിയും എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് ഈ 2003 ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, ഈ 89th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ്. 2004 ഈ സെപ്പറേറ്റ് ബോഡി ആയിട്ട് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഇനി ഇവരുടെ ഒരു കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു ചെയർപേഴ്സണും ഒരു വൈസ് ചെയർപേഴ്സണും 3 മെമ്പേഴ്സുമാണ്. ഇവരുടെയൊക്കെ ടെന്യൂർ എന്ന് പറയുന്നത് 3 വർഷമാണ്. ഇവരെ സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവരെ 2 പ്രാവശ്യം അല്ലെങ്കിൽ 1 പ്രാവശ്യം റീ അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. പക്ഷേ 2-ൽ കൂടുതൽ ടെന്യൂർ അല്ലെങ്കിൽ 2-ൽ കൂടുതൽ ടേംസിലേക്ക് ഇവരെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റൂൾസിനകത്ത് പറയുന്നുണ്ട്. ഇനി നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബിന്റെ ഫങ്ഷൻസ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ഷെഡ്യൂൾഡ് ട്രൈബുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്തും അതുപോലെ തന്നെ ഇന്ത്യയിലെ നിയമങ്ങളിലും ഷെഡ്യൂൾഡ് ട്രൈബിന് കൊടുത്തിട്ടുള്ള കുറേ സേഫ് ഗാർഡ്സ് ഉണ്ട്. ആ സേഫ് ഗാർഡ്സിനെ കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, അതിനെ മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ജോലി. രണ്ടാമതായിട്ട് പറയുന്നത് ഷെഡ്യൂൾഡ് ട്രൈബ്സിന്റെ ഡിപ്രിവേഷൻ ഓഫ് റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇവരുടെ അവകാശങ്ങളുടെ ധ്വംസനവുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ കിട്ടിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ സുവോ മോട്ടോ നേച്ചറിലോ അന്വേഷണം നടത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ ജോലി. അപ്പോൾ ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് ഒരു സിവിൽ കോർട്ടിന്റെ എല്ലാ അധികാരങ്ങളും ഇവർക്ക് ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക. ഇവർക്ക് സാക്ഷികളെ വിളിച്ചു വരുത്താം, ഈ ഡോക്യുമെന്റ്സ് ഹാജരാക്കാൻ പറയാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള അധികാരം ഇവർക്കുണ്ട്. ഇനി മൂന്നാമത്തെ ജോലി എന്ന് പറയുന്നത് ഈ ഷെഡ്യൂൾഡ് ട്രൈബ്സിന്റെ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളുടെ പ്ലാനിങ്, അതുപോലെ തന്നെ അതിന്റെ ഇംപ്ലിമെന്റേഷൻ, അതിന്റെ ഇവാലുവേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത്. ഇതുകൂടാതെ ഇവരുടെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ വർഷവും കൂടുന്ന സമയത്ത് എല്ലാ വർഷത്തിലും അറ്റ്ലീസ്റ്റ് ഒരു ആനുവൽ റിപ്പോർട്ടെങ്കിലും ഇന്ത്യൻ പ്രസിഡന്റിന് ഇവർ കൊടുത്തിരിക്കണം.
ഇനി ഒന്നിൽ കൂടുതൽ റിപ്പോർട്ടുകളും വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു ആനുവൽ റിപ്പോർട്ടെങ്കിലും പ്രസിഡന്റിന് ഇവർ സബ്മിറ്റ് ചെയ്തിരിക്കണം. പ്രസിഡന്റ് ആ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ആ റിപ്പോർട്ട് പാർലമെന്റിൽ ടേബിൾ ചെയ്യണമെന്നുണ്ട്. ആ പാർലമെന്റിൽ ഈ റിപ്പോർട്ട് ടേബിൾ ചെയ്യുന്ന സമയത്ത് അതിന്റെ കൂടെ ഒരു മെമ്മോറാണ്ടം കൂടി ഗവൺമെന്റ് വെക്കണം. അതായത് ഈ റിപ്പോർട്ടിനകത്തുള്ള എന്തൊക്കെ റെക്കമെൻഡേഷൻസ് നടപ്പിലാക്കി, എന്തൊക്കെ റെക്കമെൻഡേഷൻസ് നടപ്പിലാക്കിയിട്ടില്ല, എന്തുകൊണ്ട് നടപ്പിലാക്കിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഒരു മെമ്മോറാണ്ടം കൂടി സെൻട്രൽ ഗവൺമെന്റ് അതിൻ്റെ കൂടെ വെക്കും. ഇനി ഇത് കൂടാതെ ഷെഡ്യൂൾഡ് ട്രൈബ്സിന്റെ വെൽഫെയറുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലോ നിയമങ്ങളിലോ ഒക്കെ പറഞ്ഞിട്ടുള്ള മറ്റേതെങ്കിലും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വിഷയങ്ങൾ അന്വേഷിക്കാനും അല്ലെങ്കിൽ കാര്യങ്ങൾ പരിഗണിക്കാനും ഇന്ത്യൻ പ്രസിഡന്റിന് വേണമെങ്കിൽ ഈ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബിനോട് ആവശ്യപ്പെടാം. ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് പിനാക്ക MBRL അല്ലെങ്കിൽ പിനാക്ക എന്ന് പറയുന്ന മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റത്തെ കുറിച്ചാണ്. അപ്പോൾ ഈ പിനാക്ക വെപ്പൺ സിസ്റ്റത്തെ കുറിച്ച് ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 12 ഒരു വാർത്തയുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യൻ ആർമി ഈ പിനാക്ക റോക്കറ്റ് സിസ്റ്റത്തിന് അല്ലെങ്കിൽ പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചേഴ്സിന്റെ ഒരു പുതിയൊരു വേർഷൻ അല്ലെങ്കിൽ പിനാക്ക MK2 എന്ന് പറയുന്നൊരു വേർഷൻ ഇപ്പോൾ കറന്റ്ലി അണ്ടർ ഡെവലപ്മെന്റ് ആണ്. അപ്പോൾ അത് നമ്മൾ US ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ ഒക്കെ കോണ്ടെക്സ്റ്റിൽ കുറെ കാലം വാർത്തകളിൽ നിറഞ്ഞിരുന്ന ഒരു വെപ്പൺ സിസ്റ്റമാണ് ഹൈമാർസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹൈ മൊബിലിറ്റി ആൻഡ് ആർട്ടിലറി റോക്കറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൈമാർസിനൊക്കെ സിമിലർ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സിസ്റ്റമായിട്ട് പിനാക്ക ഇതോടുകൂടി മാറുന്നൊക്കെയുള്ള ഒരു കാര്യമാണ് ഈ വാർത്തയിൽ പറയുന്നത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ പിനാക്കയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ പിനാക്ക എന്ന് പറയുന്നത് DRDOയുടെ കീഴിൽ വരുന്ന ഒരു ലബോറട്ടറി ആയിട്ടുള്ള ARDE അല്ലെങ്കിൽ ആർമമെന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്ന ഒരു DRDO ലബോറട്ടറി ഉണ്ട്. അവർ ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇൻ അതർ വേർഡ്സ് DRDO ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ച് സിസ്റ്റമാണ് പിനാക്ക എന്ന് പറയുന്നത്. അതായത് ഒരേ സമയം ഒന്നിൽ കൂടുതൽ റോക്കറ്റുകൾ ലോഞ്ച് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് പിനാക്ക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പിനാക്ക എന്ന് പറയുന്നത് 1990s ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഇത് കാർഗിൽ യുദ്ധത്തിന്റെ സമയത്തൊക്കെ ആദ്യമായിട്ട് നമ്മൾ യുദ്ധത്തിൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനീഷ്യലി ഉള്ള പിനാക്ക വേർഷൻസ് അല്ലെങ്കിൽ പിനാക്കയുടെ MK1 എന്നൊക്കെ പറയുന്നത് അതിന്റെ ഫസ്റ്റ് വേർഷൻ എന്നൊക്കെ പറയുന്നത് അൺഗൈഡഡ് ആയിട്ടുള്ള റോക്കറ്റ്സ് ആണ് അതിനകത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ പിനാക്കയുടെ MK2 എന്ന് പറയുന്ന ഒരു വേർഷൻ ഈ DRDO ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഗൈഡഡ് റോക്കറ്റ്സുകളും അതുപോലെ തന്നെ ഈ ടാക്ടിക്കൽ ബാലിസ്റ്റിക് മിസൈൽസ് ഒക്കെ ഡിപ്ലോയ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള തരത്തിലുള്ള കുറച്ചും കൂടി വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഇപ്പോൾ ഹൈമാർസിനൊക്കെ സിമിലർ ആയിട്ടുള്ള ഒരു ലോഞ്ച് സിസ്റ്റം ആയിരിക്കും അല്ലെങ്കിൽ ഒരു ലോഞ്ച് പ്ലാറ്റ്ഫോം ആയിരിക്കും ഈ പിനാക്ക MK2 എന്നാണ് പറയുന്നത്. ഇനി ഈ പിനാക്ക എന്ന് പറയുന്ന സിസ്റ്റത്തിനകത്ത് ഈ ലോഞ്ച് സിസ്റ്റത്തിനകത്ത് ഒരു മൾട്ടി ട്യൂബ് ലോഞ്ച് വെഹിക്കിൾ ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു റീപ്ലനിഷ്മെന്റ് കം ലോഡർ വെഹിക്കിൾ ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു റീപ്ലനിഷ്മെന്റ് വെഹിക്കിൾ ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു കമാൻഡ് പോസ്റ്റ് വെഹിക്കിൾ അടങ്ങുന്നതാണ് ഒരു പിനാക്ക ബാറ്ററി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പിനാക്ക സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ താങ്ക് യു ഓൾ.